ഹായ്, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സംഭാഷണം മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്നുള്ളത് ഒന്ന് സംഭാഷണം ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഹിന്ദിയിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പം ഇവിടെ സംഭാഷണം ഇവിടെ എന്നാ ചോദിക്കുന്നത്, എന്താ വന്നത് അല്ലേ? ഡോക്ടർ ചോദിക്കുകയാണ് എന്താ വന്നത്. അതെങ്ങനെ ഹിന്ദിയിലേക്ക് മാറ്റാം? എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വന്നതെന്നുള്ളൊരു അർത്ഥം. അപ്പോൾ കൈസേ കൈസേ ആയേ കൈസേ ആയേ, എന്താ വന്ന കാര്യം എന്താന്ന് ചോദിക്കുന്നു ഡോക്ടർ. അപ്പോൾ അത് നമ്മളായാലും ആരായാലും രോഗി പറയുകയാണ്, എന്താ പറയുന്നത്, ഡോക്ടർ എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. അപ്പോൾ ഒരു ഡോക്ടറാണല്ലേ. അപ്പോൾ ഡാക്ടർ ഹിന്ദിയിൽ എങ്ങനെ പറയാം? ഡാക്ടർ. ഡാക്ടർ ഡാക്ടർ ബഹുമാനം വേണം അല്ലേ? അപ്പം ഡാക്ടർ സാബ്, നമ്മൾ സാറേ എന്നെല്ലാം പറയൂലേ, അതുപോലെ എനിക്ക് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. എനിക്ക് എങ്ങനെ പറയാം? മെരാ മേരാ അല്ലേ? മുന്നേ പഠിച്ചത്. തൊണ്ടക്ക് ഹിന്ദിക്ക് എന്താ പറയുക? ഗല കേട്ടോ, ഗല. തൊണ്ട, കഴുത്ത്, തൊണ്ട, ഇതിനെല്ലാം ഗല എന്നാ പറയാം. അപ്പോൾ അവിടെ ഇപ്പം എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. അപ്പം മേരാ ഗല, അതായത് ഗരാബ് അല്ലേ? തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല, ഗരാബാണ് എനിക്ക്. ഗരാബ് ഹെ, തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല, ഗരാബ് ഹെ. അപ്പം ശരി, ഇരിക്കും. അപ്പം എങ്ങനെ പറയാം? ഡോക്ടർ പറയുകയാണ്, പരിശോധിക്കണം അല്ലേ? അപ്പോൾ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ പറയാം, അതെ ശരി അച്ഛാ ഇരിക്കൂ, പരിശോധിക്കണം അല്ലേ? ബൈട്ടോ എന്ന് പറയുകയാണ്. ബൈട്ടോ. വേറെ ബുദ്ധിമുട്ടുകൾ, വേറെ വല്ല ബുദ്ധിമുട്ടോ അസുഖമോ ഉണ്ടോ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പം ഔർ കോയി കണ്ട, ഇന്നലെ നമ്മൾ ഔറിൻ്റെ പ്രയോഗം പഠിച്ചതില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഇതൊക്കെ ഉപയോഗിക്കുക. ബുദ്ധിമുട്ടിന് എന്താ പറയുക? ഔർ കോയി തക്ലീഫ്, കേട്ടില്ലേ? തക്ലീഫ്. ഔർ കോയി തക്ലീഫ്, മറ്റു വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പം പറയുകയാണ് ചുമയും ജലദോഷവും ഉണ്ട്. എന്തായി ചുമക്ക് പറയാ? ചുമ, ഖാൻസി. खांसी और जुकाम है. മറ്റെന്തെങ്കിലും ഉണ്ടോ? और कुछ അല്ലേ? അവിടെയും ഔർ എന്നുള്ള പ്രയോഗം വന്നു. മനസ്സിലായോ? ഔർ കുച്ച്. അപ്പം പറയാണ്
വയറിൽ വേദനയുണ്ട്. നമ്മൾ പറയും വയറ്റിൽ വേദന എന്നല്ലേ. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പഠിക്കുമ്പോൾ, അല്ലേ? ഗ്രാമർ തെറ്റിപ്പോവും. അപ്പം മറ്റെന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എന്താ പറയുന്നത്? വയറ്റിൽ വേദനയുണ്ട്, വയറിൽ വേദനയുണ്ട്. വയറ്റിനെന്നാ പറയുക? വയറിന് പേട്ട് എന്ന് കേട്ടിട്ടില്ലേ? പേട്ട്. പേട്ട് വേദനയ്ക്ക് ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേർഡ്, ദർദ് അല്ല, ദർദ് വേദന, ദർദ് ഹേ. അപ്പം ഡോക്ടർ പറയുകയാണ്, ശരി ഇവിടെ കിടക്കൂ, പരിശോധിക്കട്ടെ. അതെ, കിടക്കുക എന്നുള്ള ഹിന്ദി വേർഡ് എന്താണ്? ലേട്ടോ അല്ലേ? ലേട്ടിന, കിടക്കൂ, യഹാം ലേട്ടോ അല്ലേ? ഇവിടെ കിടക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ കിടക്കൂ, പരിശോധിക്കട്ടെ. പരിശോധിക്കട്ടെ എന്താന്ന് നോക്കട്ടെ അല്ലേ? ദേഖൂ ക്യാ ഹൈ, ദേഖൂ ക്യാ ഹൈ, എന്താന്ന് നോക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാം, പരിശോധിക്കട്ടെ എന്നുള്ള അർത്ഥം. അപ്പം പറയാണ്, നിങ്ങൾക്ക് ചെറിയ പനിയുണ്ട് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാ പറയാ കുട്ടികളെ? തുമ്മേ ചെറിയ പനിയുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പനിയുണ്ട് അല്ലേ? അങ്ങനെ പറയാം. നമ്മളിൽ കുറച്ച് പനിയുണ്ട് എന്ന് പറയാം. ശക്തമായ പനി വരുന്ന ലക്ഷണം അല്ലേ? എന്താ പനിക്കെന്താ പറയുക? നേരത്തെ പറഞ്ഞു അല്ലേ? ജരാ ബുഖാർ ഹേ. അപ്പം പറയാണ്, നാളെ എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട് അല്ലേ? പനി പിടിച്ച് കഴിഞ്ഞിട്ട് ലീവ് എടുക്കാൻ പറ്റില്ല. ഇതെങ്ങനെ പറയും? നാളെ എന്നുള്ളത് എന്താ പറയുക? കേട്ടിട്ടുണ്ടോ? കൽ അല്ലേ? കൽ, നാളെ. എനിക്ക് എന്താ എങ്ങനെയാ ഹിന്ദി എഴുതുക? മുझे ഓഫീസിൽ നിന്ന് എങ്ങനെ പറയാ? ഓഫീസ് തന്നെ, ഓഫീസിൽ, ഓഫീസ് മേ പോകേണ്ടതുണ്ട്. ജാനാ ഹെ അല്ലേ? ജാനാ ഹെ അല്ലെ ഓഫീസ് ജാനാ ഹെ എന്ന് പറയാം കേട്ടോ. ഇമേ ഇല്ലെങ്കിലും ഓഫീസിൽ നിന്ന് വേണ്ട ഇല്ലെങ്കിലും ഓഫീസ് ജാനാ ഹെ എന്ന് പറയാം കേട്ടോ. ഓഫീസ് ജാനാ ഹെ എന്നും പറയാം. ഇനി നാളെയോ, അതെങ്ങനെ? അപ്പം ഡോക്ടർ ചോദിക്കുക, നാളെയോ? കൽ, അതെങ്ങനെ? വോ കൈസേ അല്ലേ? വോ കൈസേ, അതെങ്ങനെയാ പോവുക? ഈ സുഖമില്ലാത്ത നിങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, വോ കൈസേ. അപ്പം 2 ദിവസത്തെ ലീവ് എടുക്കൂ. അങ്ങനെ എങ്ങനെ ഹിന്ദി പറയുക? 2 ദിവസം എന്ന് പറയുമ്പോൾ ദോ ദിൻ അല്ലേ? ദോ ദിൻ, 2 ദിവസത്തെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് തേന്നല്ല എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്, അതിൻ്റെ ഹിന്ദി അല്ലേ? ദോ ദിൻ കി എന്താ പറയുക? ചുട്ടി. ചുട്ടിക്കെന്ന ലീവ്, അത് പണ്ടേ കേട്ടതല്ല. ചുട്ടിക്കൊക്കെ ചുട്ടി എടുക്കൂ, ലീവ് എടുക്കൂ എന്ന് എങ്ങനെ പറയാ? ലേലോ അല്ലേ? ലേലോ. ഇനി 2 ദിവസത്തെ ലീവ് എടുക്കൂ. ഇനി അപ്പം ഡോക്ടർ വീണ്ടും പറയുകയാണ്, 2 ദിവസത്തെ പൂർണ്ണ വിശ്രമം വേണമെന്ന്. അതെങ്ങനെ എഴുതുക? അതെ, 2 ദിവസത്തെ ദോ ദിൻ കാ
പൂർണ്ണ വിശ്രമം എന്ന് പറയുന്നത് എന്താ? പൂര അല്ലേ? പൂർണ്ണമായ വിശ്രമം എന്ന് പറഞ്ഞാൽ പൂര. എന്താ ഈ വിശ്രമത്തിന് പറയാവട്ടല്ലേ? കേട്ടിട്ടില്ലേ? പൂര പൂർണ്ണ വിശ്രമത്തിന് എന്താ പറയുക? പൂര ആരാം എന്ന് കേട്ടോ നിങ്ങൾ? ആരാം വേണം. നമ്മൾ മുന്നിലത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? വേണം എന്താ? ചാഹിയേ അല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പം 2 दिन का पूरा आराम चाहिए. അപ്പം 2 ദിവസത്തെ പൂർണ്ണ വിശ്രമം വേണം. അപ്പം പറയുകയാണ്, ശരി ഡോക്ടർ, ഞാൻ ലീവ് എടുക്കാം. അതെങ്ങനെ പറയാ? ശരി ഡോക്ടർ, അച്ഛാ, ഡോക്ടർ സാബ്, ഞാൻ ലീവ് എടുക്കാം. അതെങ്ങനെയാ പറയാ? ഞാൻ ലീവ് എടുക്കാം. മേ ചുട്ടി. ഇവിടെ ലേലോ എന്ന് പറയുന്നെങ്കിൽ എടുക്കാം എന്നുള്ളതെങ്കിൽ വരും? ഞാനാ നാള് മേ അല്ലേ? ഇവിടെ മേ ചുട്ടി ലേ അങ്ങനെ വരുവാ? ലൂങ്ക അല്ലേ? ഞാൻ അവധിയെടുക്കാം, ഞാൻ ലീവ് എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലെ നിങ്ങളും സംഭാഷണം എഴുതി തയ്യാറാക്കി പഠിച്ച് നോക്കാൻ ശ്രമിക്കണം. ചില വേർഡുകൾ പിടികിട്ടൂല, അത് എന്നോട് ചോദിക്കാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു തരും. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്ന്, ഒരു സംഭാഷണം തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന്, മിക്ക രീതിയും ഇങ്ങനെ തന്നെ. പക്ഷേ അപ്പം നമുക്കിത് കുറേ പ്രാവശ്യം കുറേ സംഭാഷണ രീതികൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തമാക്കി നമുക്കും എഴുതാം, നമുക്കും സംസാരിക്കാൻ പഠിക്കാൻ പറ്റും. ചെറിയ രീതിയിലൊക്കെ ഓരോ അവസരത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.